അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ-L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടന്നിരിക്കുകയാണ്. പേടകം ലക്ഷ്യസ്ഥാനമായ ഒന്നാം ലഗ്രാഞ്ച് ബിന്ദുവിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഭ്രമണപഥം മാറ്റുന്ന ഇൻസർഷൻ ദൗത്യം വിജയകരമായി പൂർത്തിയായെന്ന് പുലർച്ചെ 2:30 ISRO സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സമയം പുലർച്ചെ 2:15 പേടകത്തിലെ ലാം എഞ്ചിൻ ജ്വലിപ്പിച്ച് യാത്രാപഥം മാറ്റിയിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ് ഒന്നാം ലഗ്രാഞ്ച് പോയിന്റ്. L1 ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇനി ലക്ഷ്യസ്ഥാനമായ L1 പേടകം എത്താൻ 110 ദിവസമാണ് എടുക്കുക. ഇതുവരെ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നുകൊണ്ട് വേഗം കൂട്ടിയും അകലം വർദ്ധിപ്പിച്ചുമുള്ള യാത്രാ രീതിയായിരുന്നു ആദിത്യ-L1. ഇനി ബഹിരാകാശത്തു കൂടി ദീർഘമായ യാത്രയാണ്. ഭൂമിയിലെ മിഷൻ കൺട്രോൾ കേന്ദ്രത്തിൽ നിന്നുള്ള നിയന്ത്രണം മാത്രമാണ് തുണയായുള്ളത്. ജനുവരി ആദ്യവാരത്തോടെയായിരിക്കും പേടകം ഒന്നാം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നത്. ഇവിടെ എത്തുന്ന പേടകം പ്രത്യേക ഭ്രമണപഥത്തിൽ സൂര്യനെ വലം വയ്ക്കും. ഇത് 5ാം തവണയാണ് ISRO ഒരു പേടകത്തെ ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തേക്ക് അയക്കുന്നത്. സൂര്യനിലെ കാലാവസ്ഥ, സൗരവാതകങ്ങൾ, സൗരോപരിതല ദ്രവ്യ ഉത്സർജനം, കാന്തിക മണ്ഡലം തുടങ്ങിയവ സമഗ്രമായി പഠിക്കുകയാണ് ലക്ഷ്യം. സൂര്യപ്രതിഭാസങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലും കാലാവസ്ഥയിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളും 5 വർഷ ദൗത്യ കാലാവധിയിൽ ആദിത്യ നിരീക്ഷിക്കും. എന്തായാലും ഭൂമിക്ക് ചുറ്റുമുള്ള കണികകളുടെ സ്വഭാവം വിശകലനം ചെയ്യുവാൻ സഹായിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കുവാൻ പേടകം ആരംഭിച്ചതായാണ് ISRO ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.